നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നാഗപൂജകളെ പറ്റിയുള്ള നാലാമത്തെ ഭാഗമാണ്. നാഗാരാധന ഏറ്റവും വ്യാപകമായിട്ടുള്ള കേരളത്തിലാണ്. സർപ്പപ്രീതിക്ക് അനേകം അനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 3 അനുഷ്ഠാനങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് സർപ്പപ്രതിഷ്ഠ, അഷ്ടനാഗപൂജ, കൂടാതെ പാൽപായസം. ആദ്യമായി സർപ്പപ്രതിഷ്ഠ. കാവുകളിലും ക്ഷേത്രങ്ങളിലുമാണ് സർപ്പങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. കരിങ്കൽ ബിംബങ്ങൾ, ചിത്രകൂടങ്ങൾ എന്നിവ കൂടാതെ നാഗരാജാവിൻ്റെ വലിയ പ്രതിമ കാവുകളിൽ പൂജിക്കുന്ന പതിവ് ഉണ്ട്. ചില പുരാതന കുടുംബങ്ങളിലും നാഗപ്രതിഷ്ഠ കാണാം. നാഗപ്രതിഷ്ഠ ഏറ്റവും ശുദ്ധമായി സംരക്ഷിക്കേണ്ട ഒന്നാണ്. മാസമുറ, പുല, വാലായ്മ തുടങ്ങിയ അശുദ്ധികൾ പ്രതിഷ്ഠയോ കാവിനെയോ തീണ്ടാൻ പാടില്ല. അതുകൊണ്ട് വീടുകളിൽ സർപ്പപ്രതിഷ്ഠ സ്ഥാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം ക്ഷേത്രങ്ങളിലോ കാവിലോ നടക്കുന്ന ആയില്യം പൂജയിലും മറ്റും ഭക്തിയോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഫലപ്രദം. അടുത്തതായി അഷ്ടനാഗപൂജ. ഏറെ വിശേഷപ്പെട്ട പൂജയാണ് അഷ്ടനാഗപൂജ. വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, അനന്തൻ എന്നീ അഷ്ടനാഗങ്ങളെ ശ്രീ പരമേശ്വരനോടൊപ്പം പത്മത്തിലിട്ട് പൂജിച്ച് 100 പാലും നൽകി ആരാധിക്കുന്നതാണ് അഷ്ടനാഗപൂജ എന്ന് പറയുന്നത്. അടുത്തതായി പാൽപായസം. സർപ്പത്തെ കൊല്ലുക, സർപ്പസ്ഥാനം തകർക്കുക എന്നിവയ്ക്കുള്ള പരിഹാരമാണ് പാൽപായസ ഹോമം. സ്വർണ്ണനാഗവും വെള്ളിമുട്ടയും ചെമ്പുറ്റിൽ വെച്ച് സകല ദുരിതങ്ങളും ആവാഹിച്ച് വേണം പാൽപായസ ഹോമം നടത്താൻ. ഒപ്പം 100 പാലും സർപ്പബലിയും കൂടി നടത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.